പ്രവാചക സ്മരണയുണർത്തി ബലിപെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിന് വിശ്വാസപൂർവ്വം ആയിരങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നാളികേര വിൽപ്പന കേന്ദ്രം ദേവസ്വം എംപ്ലോയീസ് സൊസൈറ്റി നേരിട്ട് നടത്താൻ തീരുമാനമായി. നാളികേരത്തിന് വില കുറച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. നടത്തറയിൽ അപകടത്തെ തുടർന്ന് ഭയം നോടിയ മെട്ടുപ്പാളയം സ്വദേശിയായ ലോറി ഡ്രൈവറെ 3 ദിവസത്തിനു ശേഷം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര ആളൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ മധ്യവയസ്കൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ കേരളോത്സവത്തിനിടെ ഇരുവിഭാഗം ക്ലബ്ബുകൾ തമ്മിലുണ്ടായ സംഘർഷം വ്യാപിക്കുന്നു. സംഘടനത്തെ തുടർന്ന് കാട്ടൂർ പഞ്ചായത്ത് കേരളോത്സവം നിർത്തിവച്ചു. കേരളോത്സവങ്ങളിൽ സംഘർഷം പതിവാകുന്നു. ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്കെടുക്കാനെത്തുന്നവരെ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ. നടപടിയിൽ നിന്ന് റിസർവ് ബാങ്ക് പിന്മാറണമെന്നും കുമ്മനം. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. അചഞ്ചലമായ ഭക്തിയുടെയും ത്യാഗത്തിന്റെയും സ്മരണയിൽ മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗനിർഭരമായ ചരിതം ഓർമ്മകളിൽ ഉണർത്തി ഓരോ വിശ്വാസിയുടെയും ചുണ്ടിലും ഹൃദയത്തിലും തക്ബീർ അലയടിക്കുകയായി. പ്രവാചകൻ ഇബ്രാഹിം നേരിട്ട ജീവിത പരീക്ഷണങ്ങളും നേടിയെടുത്ത ദൈവിക വിജയവും അയവിറക്കിയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് ഇമാം VM സുലൈമാൻ മൗലവി നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന്റെ വാർത്തകൾ ഈ ബുള്ളറ്റിനിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വം കാര്യാലയ ഗണപതിക്ക് വഴിപാട് ഉടയ്ക്കാനുള്ള നാളികേരത്തിന്റെ വില കുറച്ചു. നാളികേര വിൽപ്പന ദേവസ്വം എംപ്ലോയീസ് സൊസൈറ്റി നേരിട്ട് നടത്താനും തീരുമാനമായി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. നാളികേരം വിൽക്കുന്നതിനുള്ള ചുമതല ദേവസ്വം ജീവനക്കാരുടെ സൊസൈറ്റിക്ക് കരാർ നൽകുകയും ചെയ്തു. എന്നാൽ സൊസൈറ്റി പിന്നീട് നാളികേരം വിൽക്കാൻ ദിവസവും 3100 രൂപ നിരക്ക് നിശ്ചയിച്ച് സ്വകാര്യ വ്യക്തിക്ക് ഉപകരാർ നൽകുകയായിരുന്നു. സ്വകാര്യ വ്യക്തി 9 രൂപയ്ക്കാണ് നാളികേരം വിറ്റിരുന്നത്. എന്നാൽ നാളികേരത്തിന് വില വർദ്ധിച്ചെന്നും ഇതുമൂലം കരാറുകാരന് ദിവസവും 3100 രൂപ നൽകാൻ കഴിയില്ലെന്നും അറിയിച്ച് നാളികേര വില 9 രൂപയിൽ നിന്ന് 11 രൂപയാക്കുകയായിരുന്നു. ഭക്തരെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ഈ നിലപാട് TCVയാണ് പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് നാളികേര വില വർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പാവറട്ടി സ്വദേശി കല്ലിങ്ങൽ വേലായുധൻ ഭക്തർക്ക് സൗജന്യമായി നാളികേരം നൽകി പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതോടെ സൊസൈറ്റി സ്വകാര്യ വ്യക്തിയെ ഉപകരാറിൽ നിന്ന് ഒഴിവാക്കുകയും നാളികേരത്തിന്റെ വില 1 രൂപ കുറച്ച് 10 രൂപയാക്കുകയും ചെയ്തു. നാളികേരത്തിന്റെ വില കുറയുന്നതിനനുസരിച്ച് ഇനിയും വില കുറയ്ക്കുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. അപകടത്തെ തുടർന്ന് ഭയം നോടിയ ലോറി ഡ്രൈവറെ 3 ദിവസത്തിനു ശേഷം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേട്ടുപ്പാളയം സ്വദേശി സുബ്രഹ്മണ്യനെയാണ് നടത്തറ പുഷ്പക വിഹാർ കോളനിയിലെ മംഗലം ലാസറിന്റെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച നടത്തറ സെന്ററിൽ സിഗ്നൽ തെറ്റിച്ച ലോറിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. അപകടത്തെ തുടർന്ന് ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ഡ്രൈവർ സുബ്രഹ്മണ്യനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ആളൂർ എടത്താടൻ സ്റ്റോപ്പിന് സമീപം സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ മധ്യവയസ്കൻ മരിച്ചു. ആളൂർ ചേറോടത്ത് വീട്ടിൽ 56 വയസ്സുള്ള ചന്ദ്രൻ ആണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരിഞ്ഞാലക്കുട ചാലക്കുടി റൂട്ടിലോടുന്ന മേരിമാത ബസ്സാണ് ബൈക്കിലിടിച്ചത്. നിയന്ത്രണം വിട്ട ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചതിനെ തുടർന്ന് പോസ്റ്റ് തകർന്നു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ കേരളോത്സവത്തിനിടെ ഇരുവിഭാഗം ക്ലബ്ബുകൾ തമ്മിലുണ്ടായ സംഘർഷം വ്യാപിക്കുന്നു. 2 വീടുകൾക്കും ടിപ്പർ ലോറിക്കും നേരെ ആക്രമണം. പൊക്കുളങ്ങര സെന്ററിന് സമീപം തിരുമംഗലത്ത് സുബ്രഹ്മണ്യൻ, മോങ്ങാടി കുട്ടപ്പൻ എന്നിവരുടെ വീടുകളാണ് ചൊവ്വാഴ്ച രാത്രി ആക്രമിക്കപ്പെട്ടത്. സുബ്രഹ്മണ്യന്റെ വീട്ടിലെത്തിയ 20ഓളം വരുന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ടിപ്പർ ലോറിയുടെ ചില്ലും അടിച്ചു തകർത്തു. ചെമ്പകശ്ശേരി ബാലന്റെ വീടിന് പുറത്തുള്ള വാഴകളും അക്രമികൾ വെട്ടിനശിപ്പിച്ചു. മോങ്ങാടി കുട്ടപ്പന്റെ വീട്ടിലെത്തിയ അക്രമികൾ വീടിന്റെ 6 ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. കേരളോത്സവത്തിനിടെ ഏങ്ങണ്ടിയൂർ ഷൂട്ടേഴ്സ് ക്ലബ്ബ് പ്രവർത്തകരും യുവധാര ക്ലബ്ബ് പ്രവർത്തകരുമായി സംഘട്ടനം ഉണ്ടായിരുന്നു. സംഭവത്തിൽ 5 ഷൂട്ടേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത വാടാനപ്പള്ളി പോലീസ് ഇവരുടെ വീട്ടിൽ രാത്രിയോടെ അന്വേഷണം നടത്തി മടങ്ങിയിരുന്നു. ഇതിന് പുറകെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 15ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു.
കാട്ടൂർ പഞ്ചായത്ത് കേരളോത്സവം താൽക്കാലികമായി നിർത്തിവച്ചു. പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ചൊവ്വാഴ്ച നടന്ന ഫുട്ബോൾ മത്സരത്തിൽ സംഘർഷമുണ്ടാവുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേരളോത്സവം നിർത്തിവച്ചത്. സംഭവത്തിൽ കാട്ടൂർ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ പറഞ്ഞു. ദേവസ്വം ബോർഡുകളുടെയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും സ്വർണത്തിന്റെ കണക്കുകൾ ആവശ്യപ്പെടുന്ന സമീപനത്തിൽ നിന്ന് റിസർവ് ബാങ്ക് പിന്മാറണമെന്ന് ഗുരുവായൂരിൽ ചേർന്ന ക്ഷേത്ര രക്ഷാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. കണക്കെടുക്കാനെത്തുന്നവരെ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കാലുകുത്താൻ പോലും അനുവദിക്കില്ലെന്നും ക്ഷേത്രങ്ങളിൽ സ്വർണവും മറ്റും കാണിക്കയായി സമർപ്പിക്കുന്നവർക്ക് അത് സംരക്ഷിക്കുവാൻ അറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ BR ബലരാമൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി അയ്യപ്പദാസ്, P ഗോപാലൻകുട്ടി, ഡോക്ടർ K അരവിന്ദാക്ഷൻ, NM കദംബൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് തൊയക്കാവ് റോഡ് തകർന്ന് യാത്ര ദുരിതപൂർണമായി. വെങ്കിടങ്ങിൽ നിന്നും തീരദേശ മേഖലയായ തൊയക്കാവിലേക്കുള്ള പ്രധാന റോഡാണ് ഇത്. 1.5 കിലോമീറ്ററോളം നീളം വരുന്ന ഈ റോഡിൽ ടാറിംഗ് അടർന്ന് മെറ്റലുകൾ ഇളകിപ്പോയി വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴി നിത്യേന കടന്നു പോകുന്നുണ്ട്. റോഡ് മുഴുവനായി ടാറിംഗ് നടത്തിയിട്ട് 10 വർഷത്തിലേറെയായി. റോഡ് തകരുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാറുണ്ടെങ്കിലും ശാസ്ത്രീയമല്ലാതെ പുനർനിർമ്മിക്കുന്നത് മൂലം വീണ്ടും തകരുകയാണ് പതിവ്. റോഡ് പൂർണ്ണമായും നിർമ്മിക്കുന്നതിന് വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടിയുണ്ടാകണമെന്ന് പഞ്ചായത്ത് അംഗം സണ്ണി വടക്കൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ വഴിയാണിത്. തൊയക്കാവ് വെങ്കടങ്ങ് റോഡ് എന്ന് പറയുന്നത് വളരെ കാലം പഴക്കമുള്ളത്. പ്രസിഡന്റിനോടും പഞ്ചായത്ത് സെക്രട്ടറിയോടും കൂടി പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല. അതിരപ്പിള്ളി പദ്ധതി തൽക്കാലം ഇല്ല. പശ്ചിമഘട്ടം സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഉത്തരവിറക്കി. ഇതിന് പ്രകാരം ഈ മേഖലയിൽ വൈദ്യുത പദ്ധതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഗാഡ്ഗിൽ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നടപ്പാവുകയുമില്ല. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. നെല്ലായി ആലത്തൂർ വേലൻ ഗേറ്റിന് സമീപം തീവണ്ടിയിടിച്ച് വൃദ്ധ മരിച്ചു. ആലത്തൂർ പള്ളത്ത് ദാമോദരൻ നായർ ഭാര്യ 60 വയസ്സുള്ള ശാന്തയാണ് മരിച്ചത്. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാളത്തോട് സെന്ററിൽ KSRTC ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ അഞ്ചേരി സ്വദേശി മനപ്പടി വീട്ടിൽ മുരളി, നടത്തറ സ്വദേശികളായ യാരത്തുവളപ്പിൽ ഐസുമ, കമറുദ്ദീൻ, റുഖിയ, തൻസി, തസ്നി എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ പാലക്കാട് ഭാഗത്തു നിന്നും വന്ന KSRTC ബസ് കാളത്തോട് സെന്ററിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സ്കൂട്ടർ ചാർജ് ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. ചാലക്കുടി കുറ്റിക്കാട് പുന്നയ്ക്കൽ പൗലൂസിന്റെ മകൻ 40 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10:30 സംഭവം. വീട്ടിലെ കാർപോർച്ചിൽ സ്കൂട്ടർ ചാർജ് ചെയ്യുമ്പോൾ ഷോക്കേറ്റ് തെറിച്ചു വീണ ഇയാളുടെ തല ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡേവിസിനെ ഉടൻ തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. കടപ്പുറം തൊട്ടാപ്പ് ചെരുവത്ത് അബൂബക്കറിന്റെ വീടാണ് ബുധനാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത്. ചൊവ്വാഴ്ച വൈകിട്ട് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു. വഞ്ചനക്കേസിൽ പിടികിട്ടാപ്പുള്ളിയായ യുവാവിനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിഞ്ഞാലക്കുട ചന്തക്കുന്ന് സ്വദേശി കല്ലേപ്പറമ്പിൽ ഗിരീശനെയാണ് പാവറട്ടി SI PR ബിജോയിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2011 എളവള്ളി സ്വദേശിനി പ്രത്യൂഷയെ പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് 5.25 ലക്ഷം രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യമെടുത്ത് മുങ്ങുകയായിരുന്നു. ഗുരുവായൂർ കിഴക്കേനടയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അഡീഷണൽ SI NV വർഗീസ്, CPOമാരായ രാധാകൃഷ്ണൻ, വിശ്വരാജൻ, നിഷാദ് എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി അമിത വൈദ്യുത പ്രവാഹമുണ്ടായതിനെ തുടർന്ന് വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. വല്ലച്ചിറ കാരമുക്ക് അവണാമന പണിയൻ വീട്ടിൽ കുട്ടന്റെ വീട്ടിലെ വൈദ്യുതോപകരണങ്ങളാണ് കത്തിനശിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് അമിത വൈദ്യുതി പ്രവാഹമുണ്ടായത്. കൂർക്കഞ്ചേരി കീഴ്തൃക്കോവ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ക്ഷേത്രത്തിന്റെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. കണ്ടശാംകടവ് ചുമട്ടുതൊഴിലാളികളുടെ ജീവകാരുണ്യ പ്രവർത്തന കൂട്ടായ്മയും വാർഷിക പൊതുയോഗവും PA മാധവൻ MLA ഉദ്ഘാടനം ചെയ്തു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമ ബോർഡ് ജില്ലാ ചെയർമാൻ TJ പയസ്,
ഫാദർ ജോർജ് മാനാടൻ, CITU ജില്ലാ സെക്രട്ടറി CK ചന്ദ്രൻ, അന്തിക്കാട് SI പ്രേമാനന്ദകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബറിൽ നടക്കുന്ന വിഷ്ണു സഹസ്രനാമ വിശ്വമഹോത്സവത്തിന്റെ ഭാഗമായി സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ പ്രഭാഷണ പരമ്പരയ്ക്ക് ഗുരുവായൂരിൽ തുടക്കമായി. സ്വാമിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ, KP കരുണാകരൻ, CM മണികണ്ഠ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകരയിൽ പോലീസ് കൈകാണിച്ചിട്ട് നിർത്താതെ പോയ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 3 യാത്രക്കാർക്ക് പരിക്ക്. തൃശൂർ ഭാഗത്തു നിന്ന് അമിത വേഗത്തിൽ വന്നിരുന്ന കാർ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് പോലീസ് കൈകാണിച്ചെങ്കിലും നിർത്താതെ പോവുകയായിരുന്നു. ഫ്ളൈ ഓവർ ജംഗ്ഷനിൽ നിന്ന് ആളൂർ റോഡിലേക്ക് തിരിഞ്ഞ് അമിത വേഗത്തിൽ പോയ കാർ പുലിപ്പാറക്കുന്നിന് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയാണുണ്ടായത്. കാച്ചാംകുറിശി കണ്ണന്മാരാർ സ്മാരക പുരസ്കാര സമിതിയുടെ സഹായനിധി കൊമ്പ് വിദ്വാൻ കൊടകര എരവത്ത് രാമൻ നായർക്ക് കൈമാറി. കൊടകരയിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ദാസൻ ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര സമിതി ചെയർമാൻ K രാമനാഥൻ സഹായനിധി രാമൻ നായർക്ക് കൈമാറി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ, കുമരപുരത്ത് ബാലകൃഷ്ണ മാരാർ, രവീന്ദ്രൻ പട്ടത്താട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കണമെന്നും ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കണമെന്നും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ചാവക്കാട് ഏരിയ കമ്മിറ്റി യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ശബരിമല സീസണിന് മുന്നോടിയായി ഗുരുവായൂരിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പുനർനിർമ്മിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. മറ്റത്തൂർ കൈമുക്ക് മനയിൽ സ്വാമി തഥാതൻ സന്ദർശനം നടത്തി. കൈമുക്ക് വൈദികൻ ജാതവേദൻ നമ്പൂതിരിപ്പാട് തഥാതനെ സ്വീകരിച്ചു. കൈമുക്ക് വൈദികരായ രാമൻ അക്കിത്തിരിപ്പാട്, സുരേന്ദ്രൻ നമ്പൂതിരി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ PN ശങ്കരൻ, പുത്തിലത്ത് രാമാനുജൻ അക്കിത്തിരിപ്പാട്, ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട്, കവപ്രമാറത്ത് ശങ്കരനാരായണൻ അക്കിത്തിരിപ്പാട്, നടുവത്ത് നാരായണൻ അക്കിത്തിരിപ്പാട്, തവനൂർ പരമേശ്വര സോമയാജിപ്പാട്, കാവുംപുറം വാസുദേവൻ സോമയാജിപ്പാട് എന്നിവർ സന്നിഹിതരായിരുന്നു. പാലപ്പള്ളി എച്ചിപ്പാറ സ്കൂളിന് സമീപം അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയിരുന്നയാളെ പോലീസ് പിടികൂടി. എച്ചിപ്പാറ തയ്യിൽ വീട്ടിൽ പുഷ്പാകരനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 8 ലിറ്റർ മദ്യം പോലീസ് കണ്ടെടുത്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ CPM അനുകൂല സാംസ്കാരിക സംഘടനയുടെ ഓഫീസ് പോലീസ് പൂട്ടി. കാര പുതിയ റോഡിലുള്ള ചെഗുവേര സാംസ്കാരിക വേദിയുടെ ഓഫീസാണ് കൊടുങ്ങല്ലൂർ പോലീസ് അടച്ചുപൂട്ടിയത്. SI PK പത്മരാജന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സാംസ്കാരിക വേദി പ്രവർത്തകരെ പുറത്താക്കിയതിനു ശേഷം ഓഫീസ് അടച്ചുപൂട്ടുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ കാരയിൽ പ്രകടനം നടത്തി. പുതിയ റോഡ് പ്രദേശത്ത് രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇടപെട്ടത്. ശബരിമല സീസണിന് മുന്നോടിയായി ഗുരുവായൂരിലെ ഹോട്ടലുകളിൽ ശുചീകരണ വാരം ആചരിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് തീരുമാനിച്ചു. ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും മാറി മാറി ഓരോ ഹോട്ടലുകളും അടച്ചിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ 26, 27 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ നോബി അമ്പൂക്കൻ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. പുതുതായി നിർമ്മിച്ച മതബോധന ഹാളിന്റെ വെഞ്ചിരിപ്പ് 26-ന് അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കും. തിരുനാൾ ദിനമായ 27-ന് ആഘോഷമായ ദിവ്യബലിയും തിരുനാൾ പ്രദക്ഷിണവും നടക്കുമെന്നും ഭാരവാഹികളായ ഫാദർ ലിൻഡോ തട്ടിൽ, KR തോമാച്ചൻ, CJ വിൻസെന്റ്, ജോസി വടക്കൻ, CC ജോസ് എന്നിവർ അറിയിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ 4-ൽ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ ആദരിച്ചു. ജീവോത്സവ് 2013 എന്ന പേരിൽ നടത്തിയ ആദരണീയ ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് മക്കളുമൊത്ത് എത്തിയത്. KCBC ഫാമിലി കമ്മീഷൻ ചെയർമാൻ ആനി കുഴിക്കോട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സുപ്പീരിയർ ജനറൽ സിസ്റ്റർ പ്രസന്ന തട്ടിൽ, ഫാദർ വർഗീസ് അരീക്കാട്ട്, ഫാദർ റോബി കണ്ണച്ചിറ, സിസ്റ്റർ LC കോക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര ഗ്രാമം നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് സമാപനമായി. ഇതോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ നടന്നു. പിന്നീട് അന്നദാനവും ഉണ്ടായിരുന്നു. ചേലക്കര എലിയപ്പറ്റ അന്തിമഹാകാളൻ കാവിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ രഥം എഴുന്നള്ളിപ്പും നടന്നു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് തോമസ് മഞ്ഞളി സ്മാരക അവാർഡ് നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കല്ലൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന അനുമോദന യോഗം PA മാധവൻ MLA ഉദ്ഘാടനം ചെയ്തു. MP വിൻസെന്റ് MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്,
തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ആന്റോ പാനോക്കാരൻ, സിജി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം കൊടകര സൗത്ത് മേഖല ചരിത്രോത്സവം പഠന ക്യാമ്പ് നടന്നു. ഏരിയ രക്ഷാധികാരി IR ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM സൗത്ത് ലോക്കൽ സെക്രട്ടറി PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MM മനിതൻ, KK സുരേഷ് എന്നിവർ സംസാരിച്ചു. തൊയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ തിരുഹൃദയ ദർശന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജിബിൻ താഴേക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോയ് മുരിങ്ങാത്തേരി, ഫാദർ റിജോ പനക്കോട്ടൂർ എന്നിവർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു. ബക്രീദ് ദിനത്തിൽ മണലൂർ പാലാഴിയിൽ നടി സമൃദ്ധ സുനിൽ എത്തി. ഉല്ലാസയാത്ര നടത്താനായാണ് ഭർത്താവ് അഖിലിനൊപ്പം സമൃദ്ധ എത്തിയത്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLAയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും ഒരുക്കിയ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ എത്തി. TCVയുടെ വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എരുമപ്പെട്ടി മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് ബഷീർ സക്കാഫി നേതൃത്വം നൽകി. വിശ്വാസികൾ പരസ്പരം പുണർന്ന് ഈദ് സന്ദേശം കൈമാറി. കൊടകര ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം ബഷീർ അസ്ലമി വഴിക്കടവ് നേതൃത്വം നൽകി. മറ്റത്തു അൽ അൻസാർ ജുമാ മസ്ജിദിൽ ഇമാം മാഹിൻ അബൂബക്കർ ഖാസിമയും കോടാലി മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഇമാം മുഹമ്മദ് ഷാ ധാരിമയും പത്തുകുളങ്ങര ജുമാ മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം സെയ്ദ് മുഹമ്മദ് സക്കാഫിയും നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഇമാം അലവി അൻവരിയും വെള്ളിക്കുളങ്ങര റിഫാഇയ ജുമാ മസ്ജിദിൽ ഇമാം സെയ്ഫുദ്ദീൻ സക്കാഫിയും നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ചൊക്കന നായാട്ടുകുണ്ട് ബദ്രിയ ജുമാ മസ്ജിദിൽ അബ്ദുൾ ജബ്ബാർ ബാഗവി എടപ്പാൾ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. മാള IST ജുമാ മസ്ജിദിൽ ഇമാം അതീബ് റഹ്മാൻ നേതൃത്വം നൽകി. മാള ജുമാ മസ്ജിദിൽ ഇമാം അബ്ദുൽ സലീം മൗലവി നേതൃത്വം നൽകി. അഷ്ടമിച്ചിറ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഇമാം നജീബ് അൻസാരി നേതൃത്വം നൽകി. കുഷ്ടിക്കടവ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ ഇമാം അബ്ദുൽ ലത്തീഫ് ലത്തീഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം ടൗൺ ജുമാ മസ്ജിദിൽ നമസ്കാരത്തിന് റഷീദ് പാടൂർ നേതൃത്വം നൽകി. പെരുമ്പിലാവിൽ ഈദ്ഗാഹിന് മസ്ജിദ് റഹ്മാൻ ഖദീബ് V മൂസ മൗലവി നേതൃത്വം നൽകി. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ ഇമാം ഹുസൈൻ ബാഗവി നേതൃത്വം നൽകി. ആര്യൻകാല ജുമാ മസ്ജിദിൽ ഇമാം അബ്ദുൾ സമദ് തങ്ങളും പടിഞ്ഞാറെ ചാലക്കുടി നുസ്രത്ത് ഇസ്ലാം ജുമാ മസ്ജിദിൽ പള്ളി ഇമാം ജമാൽ മൗലവിയും നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ജുമാ മസ്ജിദിൽ മൊയ്തു അസ്ഹനി, മണലിത്തറയിൽ മുഹമ്മദ് കുട്ടി ലത്തീഫി, കരുതക്കാട് ഷൌക്കത്ത് അലി സഹദി, കാഞ്ഞിരക്കോട് മുഹമ്മദ് കുട്ടി സുഹരി, ഓട്ടുപാറ മസ്ജിദിൽ സലീം സക്കാലി, കുമരന്തല്ലൂർ ജുമാ മസ്ജിദിൽ സിദ്ദിഖ് മദനി എന്നിവർ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രാപ്പനി ചിറക്കൽ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് അബ്ദുൾ സമദ് സഖാഫി നേതൃത്വം നൽകി. കൂരിക്കുഴി ജുമാ മസ്ജിദിൽ അബ്ദുൾ സലാം സഖാഫിയും കാളമുറി മസ്ജിദിൽ മുബാറക്കൽ അഷ്റഫ് നദ്വിയും നവോത്ഥാന കേന്ദ്രത്തിൽ അബ്ദുൾ ഹസീബ് നദ്വിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി. കമാലിയ മസ്ജിദിൽ സെയ്ദ് സൈനുദ്ദീൻ സഖാഫിയും കൊപ്രാക്കളം ബുസ്റ്റാൻ മസ്ജിദിൽ അബ്ദുൾ ഷുക്കൂർ സുലാഹിയും നേതൃത്വം നൽകി. അലുവത്തെരുത്ത മുനവീറിൽ ഇസ്ലാം മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് അബ്ദുറഹ്മാൻ മൗലവിയും ചാമക്കാല ജുമാ മസ്ജിദിൽ അബ്ദുൾ നാസർ ലത്തീഫിയും ചന്ദ്രാപ്പിനി ടൗൺ മസ്ജിദിൽ മുസ്തഫ ഫൈസിയും കൂട്ടമംഗലം ജുമാ മസ്ജിദിൽ മുജീബ് റഹ്മാൻ അസ്സഹിയും ചന്ദ്രാപ്പിനി CV സെന്റർ നൂറുൽ ഹുദ മസ്ജിദിൽ ഷംസുദ്ദീൻ സക്കാഫിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി. ചേലക്കര കാളിയാറോഡ് പള്ളി ജാറത്തിൽ നടന്ന നിസ്കാരത്തിന് ഖതീബ് സുലൈമാൻ ദാരമി ഏലംകുളവും ചേലക്കര ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് അബ്ദുൾ റഷീദ് അൽഫാദിലിയും ഉദുവടി മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് മുജീബ് റഹ്മാൻ ഫൈസിയും മേപ്പാടം 5000 കുളം ഹനവി ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് KK യൂസഫ് സഅദിയും തോട്ടുപാലം ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഹുസൈൻ അസ്ലവിയും ഉണ്ണിക്കോയ തങ്ങളും നേതൃത്വം നൽകി. ഷേർപ്പ് ചെറുചേനം ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് ഖതീബ് മുഹമ്മദ് സാലിഹ് ഗുദവി നേതൃത്വം നൽകി. വലിയച്ചേനൻ ജുമാ മസ്ജിദ്, ഊരകം മുഹായിദ്ദീൻ ജുമാ മസ്ജിദ്, പൊട്ടുച്ചിറ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. അന്തിക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖതീബ് ബഷീർ സഖാഫി നേതൃത്വം നൽകി. മുട്ടിച്ചൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് CP മുഹമ്മദ് കുട്ടി ഭാഗവിയും
പെരിങ്ങോട്ടുകര യാറത്തിങ്കൽ ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് കുമ്മങ്കണ്ടത്ത് സെയ്തലവിയും ഷാഴൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് അബ്ബാസ് സഖാഫിയും നേതൃത്വം നൽകി. കീഴ്പുള്ളിക്കര ജുമാ മസ്ജിദിൽ അൻവർ സാദത്തും പഴുവിൽ സെന്റ് ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് ഉസ്മാൻ സഖാഫി അലിപ്പറമ്പും പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദിൽ നൌഫൽ ഫൈസിയും കീഴ്പുള്ളിക്കര ട്രസ്റ്റ് ഗ്രൌണ്ട് ഈദ്ഗാഹിന് ഷിഹാബ് കാളമുറിയും നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പൌണ്ട് ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഇമാം ഇല്യാസ് ഫൈസി നേതൃത്വം നൽകി. ബഷീർ ഹാജി ഈദ് സന്ദേശം നൽകി. കാരിക്കുളം ജുമാ മസ്ജിദിൽ ഈദ് നമസ്കാരത്തിന് ഷൌക്കത്ത് അലി ഭാഗവി നേതൃത്വം നൽകി. പാലപ്പള്ളി ജുമാ മസ്ജിദിൽ അൽഹാജി പി മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. പുലിക്കണി ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് ഉമ്മദ് ധാരമി നേതൃത്വം നൽകി. വെങ്കിടങ്ങ പഞ്ചായത്ത് ഹാൾ പരിസരത്ത് നടന്ന ഈദ്ഗാഹിന് അബ്ദുള്ള സലാഹി നേതൃത്വം നൽകി. തിരുനെല്ലൂർ സലാഫി മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് അനീഫ് മൌലവി നേതൃത്വം നൽകി. ഏനാമാവ് കെട്ടിങ്ങൽ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് താജുദ്ദീൻ അസ്കരിയും പാവറട്ടി ടൌൺ ജുമാ മസ്ജിദിൽ ഖാലിദ് സ ആദിയും നേതൃത്വം നൽകി. വെൺമേനാട് ജുമാ മസ്ജിദിലെ നമസ്കാരത്തിന് ടി പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. ചാവക്കാട് മുതുവട്ടൂരിൽ നടന്ന ഈദ്ഗാഹിൽ നമസ്കാരത്തിന് ഖതീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം നൽകി. മണത്തല ടൌൺ സെൻട്രൽ മസ്ജിദിൽ ഹംസ ഭാഗവി, കണ്ണിക്കുത്തി മസ്ജിദിൽ നൌഷാദ് സുഹരി, അങ്ങാടിത്താടം ജുമാ മസ്ജിദിൽ ഉമ്മ ഫൈസി, എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരമി, അരിപ്രക്കാട്ടിൽ ജുമാ മസ്ജിദിൽ മൊയ്തീൻകുട്ടി അൽ ഖാസിമി എന്നിവർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. മദലാങ്കുന്ന് ജുമാ അത്ത് പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖതീബ് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. പള്ളി ഖതീബ് അബ്ദുൽ സലാം അൻവരി പെരുന്നാൾ സന്ദേശം നൽകി. അകലാട് മൊയ്തീൻ പള്ളിയിൽ അബു മുസ്ലിയാർ നിസ്കാരത്തിന് നേതൃത്വം നൽകി. അകലാട് ജുമാ അത്ത് പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും പെരുന്നാൾ സന്ദേശത്തിനും അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി. പുന്നൂർ എടക്കര ജുമാ അത്ത് പള്ളിയിൽ അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. കുഴിങ്ങര ജുമാ അത്ത് പള്ളിയിൽ പി ടി കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുടയിലെ മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികൾ എത്തി. ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് വലിയുല്ലാഹി അൽ ഖസാമിയും കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് കബീർ മൗലവിയും നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ഗ്രാമവാർത്തകളുമായി സിജി ജോസ്. ഗ്രാമവാർത്തകൾ തുടരുന്നു. ആദ്യം പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രവാചക സ്മരണയുണർത്തി ബലിപ്പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിന് വിശ്വാസപൂർവ്വം ആയിരങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നാളികേര വിൽപ്പന കേന്ദ്രം ദേവസ്വം എംപ്ലോയീസ് സൊസൈറ്റി നേരിട്ട് നടത്താൻ തീരുമാനമായി. നാളികേരത്തിന് വില കുറച്ചു. TC വാർത്തയെ തുടർന്നാണ് നടപടി. നടത്തറയിൽ അപകടത്തെ തുടർന്ന് ഭയന്നോടിയ മേട്ടുപ്പാളയം സ്വദേശിയായ ലോറി ഡ്രൈവറെ 3 ദിവസത്തിനു ശേഷം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര ആളൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ മധ്യവയസ്കൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ കേരളോത്സവത്തിനിടെ ഇരുവിഭാഗം ക്ലബ്ബുകൾ തമ്മിലുണ്ടായ സംഘർഷം വ്യാപിക്കുന്നു. സംഘട്ടനത്തെ തുടർന്ന് കാട്ടൂർ പഞ്ചായത്ത് കേരളോത്സവം നിർത്തിവച്ചു. കേരളോത്സവങ്ങളിൽ സംഘർഷം പതിവാകുന്നു. ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ കണക്കെടുക്കാൻ എത്തുന്നവരെ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ. ശ്രമത്തിൽ നിന്ന് റിസർവ് ബാങ്ക് പിന്മാറണമെന്നും കുമ്മനം. ഞാൻ സിജി ജോസ്. കൂടുതൽ ഗ്രാമവാർത്തകൾ. ഏങ്ങണ്ടിയൂർ ഏത്തായിൽ പിതാവിനെ മക്കൾ കെട്ടിയിട്ട് മർദ്ദിച്ചതായുള്ള പരാതി വാസ്തവ വിരുദ്ധമാണെന്ന് വാടാനപ്പള്ളി പോലീസ് അറിയിച്ചു. ഏത്തായിക്ക് പടിഞ്ഞാറ് ചില്ലിക്കൽ രാജനാണ് തന്നെ മക്കൾ കെട്ടിയിട്ട് മർദ്ദിച്ചതായി വ്യാജ പരാതി നൽകിയത്. തുടർന്ന് രാജൻ തൃത്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അതേസമയം മദ്യലഹരിയിൽ വീട്ടിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്നയാളാണ് ഇയാളെന്ന് വലപ്പാട് CI KT സലിൽകുമാർ അറിയിച്ചു. ഇതിന്റെ പേരിൽ മുൻപും ഇയാളെ പോലീസ് താക്കീത് ചെയ്തിട്ടുള്ളതാണെന്നും CI പറഞ്ഞു. വീട്ടിൽ ബഹളമുണ്ടാക്കിയതിന് വാടാനപ്പള്ളി പോലീസിൽ വിവരം നൽകുകയാണ് ഉണ്ടായതെന്നും മർദ്ദിച്ചെന്ന പരാതി വ്യാജമാണെന്നും രാജന്റെ വീട്ടുകാർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ വൃക്ക രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ അവയവദാന ബോധവൽക്കരണം നടത്തി. യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MU കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK രവി നമ്പൂതിരി, പഞ്ചായത്ത് അംഗം PD ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ടൈറ്റസ്, PV വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ യുവജന സംഗമം നടത്തി. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി റാം ഉദ്ഘാടനം ചെയ്തു.
യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് KB വിനീത് അധ്യക്ഷത വഹിച്ചു. ശിവജി നടുമുറി, ലക്ഷ്മി നാരായണൻ, ER കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി പാവറട്ടിയിൽ സെമിനാർ നടത്തി. മേരിമാത മേജർ സെമിനാരി റെക്ടർ ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ഗിൽഡ് പ്രസിഡന്റ് ജോഷി വടക്കൻ അധ്യക്ഷനായിരുന്നു. CF ഷാജു, PD വിൻസൻ, ലിൻസൺ പുത്തൂർ, AD സാജു എന്നിവർ സംസാരിച്ചു. ഫാദർ പോളി കണ്ണൂക്കാടൻ സെമിനാറിന് നേതൃത്വം നൽകി. പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. വികാരി ഫാദർ ജോസ് വല്ലൂരാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. ജേക്കബ് കൂടലി, ജോസ് തയ്യാലക്കൽ, ND ഈനാശു തുടങ്ങിയവർ സംസാരിച്ചു. ചേനത്ത് സ്വയം പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ അധ്യക്ഷത വഹിച്ചു. KV ജോൺസൺ, TK രാജു, PB ഷാജൻ, VA സുധീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ RTO ഓഫീസിൽ ഉടമസ്ഥാവകാശം മാറാനെത്തിയ ആംബുലൻസ് രേഖകൾ മാറിയപ്പോൾ ഓട്ടോറിക്ഷയായി മാറി. ചാവക്കാട് ടാക്സി ആൻഡ് കോൺട്രാക്ട് കാരേജ് ഡ്രൈവേഴ്സ് സഹായ സമിതി വാങ്ങിയ ആംബുലൻസാണ് ഗുരുവായൂർ RTO ഓഫീസിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതോടെ ഓട്ടോറിക്ഷയായി മാറിയത്. ഉടമസ്ഥാവകാശം മാറ്റി ലഭിച്ച രേഖയിലാണ് ആംബുലൻസ് ഓട്ടോറിക്ഷയായത്. മലപ്പുറം RTO ഓഫീസ് രേഖകളിൽ സംഭവിച്ച പിഴവാണെന്നാണ് ഗുരുവായൂർ സബ് RTO ഓഫീസ് അധികൃതരുടെ വിശദീകരണം. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും ഊരകം ഫിഫ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഭക്ഷ്യദിനാചരണവും ബലിപ്പെരുന്നാൾ ആഘോഷവും സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ദേശമംഗലം, ലിജോ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. CC ജോർജ് അധ്യക്ഷനായിരുന്നു. ഫാദർ പത്രോസ് OAC, ഭദ്രാസന സെക്രട്ടറി ഫാദർ ഗീവർഗീസ് തോലത്ത്, ഡീക്കൻ ബിനോജി മാത്യു, പേളി ജോസ്, പ്രൊഫസർ AU വർഗീസ് എന്നിവർ സംസാരിച്ചു. കടയിൽ വിൽപ്പന നടത്തിയിരുന്ന ഹാൻസ് പാക്കറ്റുകൾ പിടികൂടി. ചെറുവത്തേരി കക്കാട്ടിൽ അച്യുതൻ നായരുടെ വീടിനോട് ചേർന്ന കടയിൽ വിൽപ്പന നടത്തിയിരുന്ന ഹാൻസ് പാക്കറ്റുകളാണ് ചേർപ്പ് പോലീസ് പിടികൂടിയത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രചരണാർത്ഥം പദയാത്രയും സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK മാധവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർമാരായ AJ ജെയ്മോൻ, രവി പീച്ചേടത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ TI ചാക്കോ, ജ്യോതിരാമൻ, ചന്ദ്രിക രത്നാകരൻ, EI ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. നായർ സർവീസ് സൊസൈറ്റി ചെമ്മണ്ണൂർ പൊർക്കളേങ്ങാട് കരയോഗത്തിന്റെ 1ാം വാർഷികവും കുടുംബസംഗമവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് CB ശ്രീഹരി അധ്യക്ഷനായിരുന്നു. N കൃഷ്ണകുമാർ, KP രാമകൃഷ്ണൻ, KV ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ശീവേലിപ്പുര കരിങ്കൽ വിരിക്കുന്നതിനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായുള്ള സംഭാവന കൂപ്പണിന്റെ വിതരണോദ്ഘാടനം നടന്നു. IG S ഗോപിനാഥ്, ക്ഷേത്രോപദേശക സമിതി ചെയർമാൻ TS പട്ടാഭിരാമന് കൂപ്പൺ നൽകി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ ആവിയൻ അധ്യക്ഷനായിരുന്നു. ക്ഷേത്രം രക്ഷാധികാരി TS അനന്തരാമൻ, സുരേഷ് നെല്ലിശ്ശേരി, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, ചലച്ചിത്ര താരം രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. യുവ ഡോക്ടർമാരുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ മെഡിക്കൽ കോളേജിൽ പ്രത്യേക പരിശീലന പദ്ധതി ഒരുക്കുന്നു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടി വ്യാഴാഴ്ച തുടങ്ങും. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധീന്ദ്ര ഘോഷ്, പൾമണോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CP മുരളി എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകും. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് വിദ്യാർത്ഥികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായുള്ള റിലേ ഓട്ടത്തിന് തൃശൂർ കോർപ്പറേഷന് മുൻപിൽ സ്വീകരണം നൽകി. കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനാവശ്യമായ കോഴ്സുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് നിന്നാണ് ഓട്ടം ആരംഭിച്ചത്. 23-ന് തിരുവനന്തപുരത്തെത്തുന്ന വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകും.
തൃശൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ നോമിനി PM നാരായണൻ നമ്പൂതിരി, AV സുരേഷ്, PM ഫ്രാൻസിസ്, TT ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. NSS ഗുരുവായൂർ തിരുവങ്കിടം കരയോഗം കുടുംബസംഗമം ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് ചങ്കത്ത് മൂകാമിയമ്മ അധ്യക്ഷയായിരുന്നു. നടൻ സന്തോഷ് നായർ, NSS ചാവക്കാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ N രാജശേഖരൻ നായർ, രവി ചങ്കത്ത്, K മുരളീധരൻ, V ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. നാദസ്വര തകിൽ വാദ്യ സംഘടനയുടെ 6ാം വാർഷികാഘോഷം കുട്ടൻകുളങ്ങര മഹാവിഷ്ണു മണ്ഡപത്തിൽ നടന്നു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ മുതിർന്ന നാദസ്വര കലാകാരന്മാരെ ആദരിച്ചു. അഡ്വക്കേറ്റ് മനോജ് കുമാർ, റൂറൽ അഡ്മിനിസ്ട്രേഷൻ DYSP KK രവീന്ദ്രൻ, PB മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കലാശ്രീ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അരണാട്ടുകര നേതാജി ഗ്രൌണ്ടിൽ സൌജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ഫ്രാൻസിസ് തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. TUDA ചെയർമാൻ K രാധാകൃഷ്ണൻ, നോബിൾ വർഗീസ്, ആന്റണി K ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചക സ്മരണയുണർത്തി ബലിപെരുന്നാൾ. പെരുന്നാൾ നമസ്കാരത്തിന് വിശ്വാസപൂർവ്വം ആയിരങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നാളികേര വിൽപ്പന കേന്ദ്രം ദേവസ്വം എംപ്ലോയീസ് സൊസൈറ്റി നേരിട്ട് നടത്താൻ തീരുമാനമായി. നാളികേരത്തിന് വില കുറച്ചു. TC വാർത്തയെ തുടർന്നാണ് നടപടി. നടത്തറയിൽ അപകടത്തെ തുടർന്ന് ഭയന്നോടിയ മേട്ടുപ്പാളയം സ്വദേശിയായ ലോറി ഡ്രൈവറെ 3 ദിവസത്തിനു ശേഷം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര ആളൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനായ മധ്യവയസ്കൻ മരിച്ചു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ കേരളോത്സവത്തിനിടെ ഇരുവിഭാഗം ക്ലബ്ബുകൾ തമ്മിലുണ്ടായ സംഘർഷം വ്യാപിക്കുന്നു. സംഘടനത്തെ തുടർന്ന് കാട്ടൂർ പഞ്ചായത്ത് കേരളോത്സവം നിർത്തിവച്ചു. കേരളോത്സവങ്ങളിൽ സംഘർഷം പതിവാകുന്നു. ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്കെടുക്കാൻ എത്തുന്നവരെ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ. ശ്രമത്തിൽ നിന്ന് റിസർവ് ബാങ്ക് പിന്മാറണമെന്നും കുമ്മനം. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.